ശ്രദ്ധിക്കുക, ഇന്ന് ടെക്സ്റ്റ് ബുക്കിലെ 22ാമത്തെ പേജിലെ ആക്ടിവിറ്റി 3 നമ്മൾ എടുക്കാൻ പോകുന്നത്. 1ഉം 2ഉം ആക്ടിവിറ്റി നമ്മൾ എടുത്താണ്. ഇത് 3ാമത്തെ ആക്ടിവിറ്റിയാണ്. നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇറ്റ് വാസ് എൻ ഓൾഡ് ബനിയൻ ട്രീ. സെൻറ്റൻസ് 1. രണ്ടാമത്തെ സെൻറ്റൻസ് ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. മൂന്നാമത്തെ സെൻറ്റൻസ് ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ബനിയൻ ട്രീ ഇൻ ദ ടൗൺ. ദിസ് ഈസ് ദ സെൻറ്റൻസ് വിത്ത് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ്. 3 ഡിഗ്രീസുള്ള സെൻറ്റൻസുകളാണ് അല്ലേ. ഒന്നാമത് നോക്കി. ഇൻ സെൻറ്റൻസ് ദ അഡ്ജക്റ്റീവ് ഓൾഡ് മിയർലി ടെല്ലസ് ദ അറ്റ് ബനിയൻ ട്രീസ് ഓൾഡ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഇൻ സെൻറ്റൻസ് 2 ദ അഡ്ജക്റ്റീവ് ഓൾഡർ ഈസ് യൂസ് ടു കമ്പയർ വിത്ത് അനദർ ട്രീ. മറ്റൊരു മരത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് രണ്ടാമത്തെ സെൻറ്റൻസ് ഉള്ളത്. താരതമ്യം ചെയ്യുക. മൂന്നാമത്തെ ഇൻ സെൻറ്റൻസ് 3 ദ അഡ്ജക്റ്റീവ് ഓൾഡസ്റ്റ് ടെല്ലസ് ദാറ്റ്. അവിടെയുള്ള മുഴുവൻ മരങ്ങളെയും എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഓൾഡ് ദ ടെല്ലസ് ദാറ്റ് നോ അതർ ട്രീ വാസ് ഓൾഡ് ആസ് ദ ബനിയൻ ട്രീ. വേറെ ട്രീ, അതിനേക്കാൾ പ്രായമുള്ള വേറെ ട്രീ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഓൾഡസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നോക്കാം. ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 10 സെൻറ്റൻസുകളും പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ ആൾ കൊടുത്തിരിക്കുന്നത് ഏതാണ് നോക്കുക. നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. നോ അതർ ബേർഡ് ഈസ് ആസ് ദ ഡാഷ് ആസ് ദ ക്രോ. 3 കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ. ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ്. നമുക്കറിയാം അവിടെ വേണ്ട എന്താണ്? ക്ലവർ ആണല്ലേ. നോ അതർ ബേർഡ് ഈസ് ആസ് ദ ക്രോ. ആ ക്രോവിൻ്റെ അത്ര ബുദ്ധിയുള്ള മറ്റു പക്ഷികൾ അവിടെ ഇല്ല. രണ്ടാമത് എന്താണ്? ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദ കോബ്ര. ദാൻ എന്താ? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ദാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ രണ്ടാമത്തെ രൂപമാണ് എടുക്കുക. അപ്പോൾ എന്താ വരിക? ദ ഗ്രേ മംഗൂസ് വാസ് മോർ അഗ്രസീവ് ദാൻ ദ കോബ്ര. ദ ഗ്രേ മംഗൂസ് വാസ് മോർ അഗ്രസീവ് ദാൻ ദ കോബ്ര. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കി. ദ ബനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദ റോഡ്. ബനിയൻ ട്രീ ആണ് അവിടുത്തെ ഏറ്റവും ശബ്ദമുഖരിതമായ സ്ഥലം. അതിൽ കൂടുതലില്ല. അപ്പോൾ ഇതാ വരിക? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇതാ വരിക? ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഏറ്റവും ശബ്ദമുഖരിതമായ സ്ഥലം എന്നാണ്. അതിനേക്കാൾ ശബ്ദമുള്ള സ്ഥലമില്ല. അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. നാലാമത്തത് ദ കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ. കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ. എന്തായിരിക്കും ഉത്തരം? സ്കിൽഫുൾ ഉണ്ട്, മോർ സ്കിൽഫുൾ ഉണ്ട്, മോസ്റ്റ് സ്കിൽഫുൾ ഉണ്ട്. അവിടെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ല നമുക്കറിയാം അല്ലേ. എന്തുകൊണ്ടാണ്? സിമ്പിൾ സെൻറ്റൻസ്. ദ കോബ്ര വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ. ദ കോബ്ര വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ. അഞ്ചാമത്തെ നോക്ക്. ഇത് ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. കണ്ടില്ലേ? ദാൻ അവിടെ ദാൻ വന്നിട്ടുണ്ട്. അതിന് ദ ഈവനിങ് വാസ് ദാൻ ദ മോർണിംഗ്. രാവിലേക്കാൾ എന്നുള്ള ആൻസറാണ് ദാൻ എന്ന് കണ്ടിരുന്നത്. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. രാവിലത്തേക്കാൾ ചൂട് കൂടുതലാണ് വൈകുന്നേരം. അപ്പോൾ എന്താ വരിക? ദാൻ അവിടെ വന്ന് നമുക്കറിയാം കമ്പാരിറ്റീവ് ഡിഗ്രി ഹോട്ടർ. ദ ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദ മോർണിംഗ്. ആറാമത്തെ നോക്ക്. ദ മൈന വാസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ചിന്തിക്കുക. ഡാഷ് കണ്ടാൽ നമുക്കറിയാം അതെന്താണ്? അതിൻ്റെ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ എന്താ വരിക? ദ മൈന വാസ് ആസ് കണ്ടൻറ്റഡ് ആസ് ദ ക്രോ. കണ്ടൻറ്റഡ് ആസ് ദ ക്രോ. ഇനി ഏഴാമത്തെ സെൻറ്റൻസ് നോക്കുക. എന്താണ് ഏഴാമത്തെ സെൻറ്റൻസിൽ പറയുന്നത്? ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് ദ മംഗൂസ്. ഡാഷ് ഫൈറ്റ്. ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് ദ മംഗൂസ്. മംഗൂസിൻ്റെ സ്നേക്കിൻ്റെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട സംഘടനയാണ് അവിടെ നടന്നത്. അപ്പോൾ അത് വരിക? ബേർഡല്ല, വേഴ്സല്ല, എന്താണ്? വേസ്റ്റ്. ഏറ്റവും മോശപ്പെട്ട വേസ്റ്റ്. എട്ടാമത് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഡാഷ് വെക്കേഷൻ ദ ബോയ് ഹാഡ്. ഇറ്റ് വാസ് ദ വൺ ഓഫ് ദ ഡാഷ് വെക്കേഷൻ ദ ബോയ് ഹാഡ്. ആ കുട്ടിക്ക് ഏറ്റവും നല്ല വെക്കേഷൻ കിട്ടി. ഇറ്റ് വാസ് വൺ ഓഫ് ദ, കിട്ടിയതിൽ ഏറ്റവും നല്ലതുള്ള അതാണ്. എന്താ പറയുക? മറക്കാൻ പറ്റാത്ത, ഏറ്റവും മറക്കാൻ പറ്റാത്ത, കിട്ടിയത് വൺ ഓഫ് ദ എന്ന് കണ്ടാൽ നമുക്കറിയാം സൂപ്പർലേറ്റീവിലേക്ക് പോകണം. അപ്പോൾ എന്താ പറയുക? ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് അൺഫോർഗറ്റബിൾ വെക്കേഷൻ ദ ബോയ് ഹാഡ്. അടുത്ത ഒമ്പതാമത്തെ ദ ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. The grandfather
ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഏതാ വരിക? ദ ഗ്രാൻഡ് ഫാദർ ഈസ് ആ ഫാമിലിയിലെ ഏറ്റവും റാഞ്ച് എന്നാണ്. അപ്പോൾ എന്താ വരിക? ദ ഗ്രാൻഡ് ഫാദർ ഈസ് ദ എൽഡസ്റ്റ്. ഇതാണ് എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. 10ാമത് നോക്ക്. ദ മംഗൂസ് ഡാറ്റഡ് ഇൻ എ ഡാഷ് ആസ് ദ കോബ്ര. ആസ് കണ്ടാൽ നമുക്കറിയാം അതിലെ സിമ്പിൾ സെൻറ്റൻസ് അത് എന്താണ്? എജക്റ്റീവാണ്. ആദ്യത്തെ എജക്റ്റീവ് ഏതാണോ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാ? ദ മംഗൂസ് ഡാറ്റഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒറ്റ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 29ാമത്തെ പേജിലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള പാഠം എടുക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് നോട്ടിലേക്ക് പകർത്തുക. നോട്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണിത്. അപ്പോൾ കുട്ടികളിത് ശ്രദ്ധിച്ചതിന് ശേഷം നോട്ടിലേക്ക് പകർത്തുക. അതേപോലെ തന്നെ ഇത് മറ്റുള്ള കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.